ഹായ് എവരി വൺ. സോ എന്റെ കൂടെ ഉള്ളത് ശ്രീഹരിയാണ്. ശ്രീഹരി എന്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവനിപ്പം USA PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെമിസ്ട്രിയിൽ. അപ്പോൾ അവന്റെ എന്താണ് അവന്റെ എക്സ്പീരിയൻസും അവൻ എങ്ങനെ PhD കിട്ടി, ഇപ്പൊ എങ്ങനെ അവന്റെ PhD കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, അവന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ശ്രീഹരി, നിനക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞ് നിന്റെ PhD ലൈഫ് ഒക്കെ പറഞ്ഞ് അങ്ങനെ നൈസായിട്ട്. Okay, thank you, Afnas, for inviting me for this wonderful talk. ഓക്കെ, ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കോഴിക്കോടാണ്. അത് കഴിഞ്ഞ് സ്കൂൾ സാധാരണ സയൻസ് ഒക്കെ പഠിച്ച് +2 ബാലുശ്ശേരി സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായി. അത് കഴിഞ്ഞ് എല്ലാരെ പോലെ തന്നെ അവിടെയാണ് ഞാനും അഫ്നാസ് ഒരുമിച്ച് പഠിച്ചത്. അത് കഴിഞ്ഞ് ആ സമയത്ത് എല്ലാരെ പോലെ എൻട്രൻസ് ഒക്കെ എഴുതി കുഴപ്പമില്ലാത്ത റാങ്ക് ഒക്കെ കിട്ടി. ആ സമയത്ത് കുഴപ്പമില്ലാത്ത റാങ്കോ? അങ്ങനെ ആ റാങ്ക് ഒന്ന് പറഞ്ഞേക്ക്. അപ്പൊ എഞ്ചിനീയറിംഗിന് ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത്, എഞ്ചിനീയറിംഗ് റാങ്ക് മീൻസ് എവിടെയെങ്കിലും കയറി പറ്റാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അത് കിട്ടിയപ്പോഴാണ് ആലോചിച്ചത്, അത് കിട്ടി കഴിഞ്ഞപ്പോൾ മനസ്സിലായി എഞ്ചിനീയറിംഗ് അല്ല താല്പര്യം. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഈ ഐസർ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടു തുടങ്ങിയത്. അപ്പോൾ അവരുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു, അത് പോയി എഴുതി, അത് കിട്ടി. അങ്ങനെ ഐസർ ട്രിവാൻഡ്രത്ത് 5 വർഷം BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം അത് ചെയ്തു. മാസ് മേജർ ഇൻ കെമിസ്ട്രി, മൈനർ ഇൻ ഫിസിക്സ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ്. അപ്പോൾ റിസർച്ച് ഓൾറെഡി ഉണ്ട്. മീൻസ് ഒരു സെക്കൻഡ് ഇയർ മുതലേ അവിടെ തന്നെ സമ്മറിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട് പല ഗ്രൂപ്പിലായിട്ടൊക്കെ. അപ്പോൾ റിസർച്ച് എക്സ്പീരിയൻസും എക്സ്പോസറും അവിടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് മീൻസ് PhD എന്റെ പാഷൻ അങ്ങനെയൊന്നുമല്ല. അത് കഴിഞ്ഞപ്പം എല്ലാരും ചെയ്യുന്നത് കാണുന്നത്, അതായത് നമുക്ക് മുന്നേ പാസ് ഔട്ട് ചെയ്ത ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടത് PhD ആണ്. ആ സമയത്ത് ക്യാമ്പസിൽ വന്ന് അങ്ങനത്തെ കമ്പനികളൊന്നും ഹയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോ അപ്പൊ വിചാരിച്ചു, ഓക്കെ, കുറച്ച് റിസർച്ച് എക്സ്പോസർ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാ പിന്നെ ഒരു PhD ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നന്നാവാന്ന് തോന്നി. ഇപ്പം അക്കാദമിക്സിലേക്കൊക്കെ പോകാനാണ്, അതായത് ഈവൻ കോളേജിൽ ഒരു പ്രൊഫസർ ആവാം അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ. ആ സമയത്ത് പാരലലി JRF അങ്ങനെയുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. JRFും നെറ്റൊക്കെ അത് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് പ്രൊഫസറായിട്ടൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ ചിലപ്പം PhD ആവശ്യമാവുന്നൊക്കെ ഒരു കഥകളൊക്കെ അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു ഓക്കെ ഒരു PhD ചെയ്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ US 2-3 സ്ഥലത്ത് അപ്ലൈ ചെയ്തു, 2-3 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. 2 സ്ഥലത്ത് നിന്ന് ഓഫർ കിട്ടി. അതിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു സദേൺ ഇല്ലിനോയ് യൂണിവേഴ്സിറ്റി. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അപ്പോ ഇവിടെ മെറ്റീരിയൽ കെമിസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. മെറ്റീരിയൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ വളരെ ബ്രോഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ എന്റെ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് എന്ന് പറയും. ഒരു ക്രിസ്റ്റലൈൻ പോളിമർ ആണത്. അപ്പോൾ അതിൽ എന്റെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ അതിൽ പല ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പി വെച്ച് ഫോട്ടോ ഫിസിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതായത് ടൈം പീക്കോ സെക്കൻഡ് ടു മില്ലി സെക്കൻഡ് റെസൊല്യൂഷനിലുള്ള പല എക്സൈറ്റോണിക് പ്രോപ്പർട്ടീസ് പഠിക്കുകയാണ്. അതായത് നമ്മൾ പെർട്ടിക്കുലർ ലേസറോ അല്ലെങ്കിൽ വേവ് ലെങ്തോ ഷൈൻ ചെയ്തിട്ട് ആ സമയത്ത് ഉണ്ടാവുന്ന ലൈറ്റ് മാറ്റർ ഇന്ററാക്ഷൻ, അതാണ് ബേസിക്കലി. അപ്പോൾ അതിൽ ഓവർ ദ ലാസ്റ്റ് 6 ഇയേഴ്സ് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം തീസിസ് ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഡിസർട്ടേഷൻ ഡിഫെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇനി ഒരു പോസ്റ്റ് ഡോക്ക് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ്. അപ്ലിക്കേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇപ്പൊ എന്നെ പറ്റി പറയാനുള്ളത്. ഇനി യൂണിവേഴ്സിറ്റിന്റെ പേര് പറഞ്ഞായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു, സദേൺ ഇല്ലിനോയ് യൂണിവേഴ്സിറ്റി. ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്, ഗവൺമെന്റിന്റെ തന്നെ. സദേൺ ഇല്ലിനോയ് യൂണിവേഴ്സിറ്റി. അവിടുത്തെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് കുറച്ച് വർഷം മുന്നെയാണ്, പക്ഷെ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഓക്കെ. അതായത് നമ്മള് ബേസിക്കലി ആ സമയത്ത് എനിക്ക് PhD ചെയ്യണമെന്ന് തോന്നിയ സമയത്ത് ഞാനിങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയും ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പം ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല നമ്മളുടെ പ്രൊഫൈൽ വെച്ച് നമുക്ക് എവിടെ കിട്ടും. അപ്പൊ ഞാൻ പല തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ചിലത് ടോപ്പ് റാങ്കിങ് ഉള്ളത്, ചിലത് മിഡ് റാങ്കിങ് ഉള്ളത്, ചിലത് ഓക്കെ ഇഷ് ആയിട്ട് വർക്ക് ചെയ്യാൻ. എന്റെ യൂണിവേഴ്സിറ്റി ഒരു ഓക്കെ യൂണിവേഴ്സിറ്റിയാണ്. മീൻസ് ടോപ്പ് ലെവൽ അല്ല, എന്നാലും ഡീസെന്റ് ആയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള 1, 2, 3 യൂണിവേഴ്സിറ്റി, കാരണം
ആ സമയത്ത് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരുന്നു, $50 മറ്റോ എന്തോ ആണ്. അതെ. അപ്പോ ഇപ്പൊ നമുക്ക് ചിലപ്പം 10 യൂണിവേഴ്സിറ്റി ഇഷ്ടമുണ്ടാവും, പക്ഷെ അത് ഭയങ്കരമായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇടാൻ അത്രയ്ക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉം, നമ്മളത് ശരിയാണ്. ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു 3 യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചു. യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചതല്ല, അപ്പൊ ഞാൻ അവിടെയുള്ള റിസർച്ച് പോർട്ട്ഫോളിയോ നോക്കി പല പ്രൊഫസേഴ്സിന്റെ. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രൊഫസറിന്റെ വർക്ക് എനിക്ക് നല്ലപോലെ ഇഷ്ടമുണ്ടായിരുന്നു. പ്രൊഫസറുടെ പേര് പ്രവാസ് ഡെറിയ. ഐ മീൻ, ഞാൻ മാസ്റ്റേഴ്സ് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അങ്ങേരുടെ പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങേര് എവിടെയാന്നുള്ള കാര്യമൊന്നും അറിയില്ലായിരുന്നു. അത് ഞാൻ പിന്നെയാ മനസ്സിലാക്കിയത്. അപ്പൊ പിന്നെ ആ സമയത്ത് നോക്കിയ സമയത്ത് നല്ല റിസർച്ച് ഔട്ട്പുട്ടും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ അപ്ലൈ ചെയ്തു. അപ്ലിക്കേഷൻ പ്രൊസീജിയർ ആ സമയത്ത് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ആ സമയത്ത് അവർ GRE ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, GRE പ്ലസ് ടോഫൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവർ ടോഫൽ മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. GRE മാൻഡേറ്ററി അല്ല ഇപ്പൊ. ജസ്റ്റ് ലാംഗ്വേജ് GRE, സബ്ജക്ട് GRE അല്ല. അത് കഴിഞ്ഞ് അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്തു. ഏകദേശം ഒരു സബ് നവംബർ ഡിസംബർ സമയത്താണ് തോന്നുന്നു അപ്ലൈ ചെയ്തത്. അതിന്റെ അത് കഴിഞ്ഞ് ഓഫർ ലെറ്റർ കിട്ടിയത് ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് ടൈമിലാണ്. ഓഫർ ലെറ്റർ വന്ന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വിസ പ്രോസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആ സമയം കൊണ്ട് കോഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിസ അപ്ലൈ ചെയ്തു, അത് കിട്ടി. ഓഗസ്റ്റ് 2019 US വന്നത് PhD ചെയ്യാൻ. ഓക്കെ. അല്ല, നിനക്ക് ഇപ്പോ ഏതെങ്കിലും സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ ഈ ഒരു റിക്വയർമെന്റ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് ഇവിടെ ഇപ്പൊ ഞാൻ കണ്ടത് വെച്ചിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമുക്കിപ്പോ എന്താന്ന് വെച്ചാ അതായത് ഇപ്പം ഐ മീൻ, നമ്മളിപ്പോ ഏത് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യണമെങ്കിലും കുറെ കാര്യങ്ങൾ നമുക്ക് അതിന് മുന്നേ നോക്കാൻ പറ്റും. അവിടുത്തെ ആക്സെപ്റ്റൻസ് റേറ്റ് എത്രയാന്നുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പം ചില ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ ആക്സെപ്റ്റൻസ് റേറ്റ് കുറവായിരിക്കാം. ഓക്കെ, അതായത് അവിടെ അപ്ലൈ ചെയ്ത് ഇപ്പം 100 ആളുകൾ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ അതിൽ 10% ആളുകൾക്കും അവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരിക്കുള്ളൂ. ഗ്രാഡ് സ്റ്റുഡൻസിന്റെ കാര്യം കേട്ടോ പറയുന്നത്, അതെ. ഗ്രാജുവേറ്റ് സ്റ്റഡി, PhD ഓർ മാസ്റ്റേഴ്സ്. അപ്പോ ഞാൻ എപ്പോഴും നോക്കിയത്, ഞാനിപ്പം എന്റെ കയ്യിൽ ആ സമയത്ത് അപ്ലിക്കേഷൻ ഫീ ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ആക്സെപ്റ്റൻസ് റേറ്റ് ഉള്ള യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ നോക്കിയത്. മാത്രമല്ല എനിക്ക് ഞാൻ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഏരിയയിലുള്ള പ്രൊഫസറും ഉണ്ട് അവിടെ. അപ്പൊ എല്ലാം മാച്ച് ചെയ്യുന്നു വന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് കിട്ടി. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് നമുക്കിപ്പം ഒരു ഒരു എന്തെങ്കിലും ഒരു പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ CV ഭയങ്കരമായിട്ട് അത് ബൂസ്റ്റ് ചെയ്യും. നമ്മുടെ അപ്ലിക്കേഷൻ പാക്കറ്റിൽ അത് ഭയങ്കരമായിട്ടും ഹൈലൈറ്റഡ് ആയിരിക്കും. ഇപ്പോ അതിപ്പം ഫസ്റ്റ് ഓതർ തന്നെ ആവണമെന്നൊന്നുമില്ല. സെക്കൻഡ് ഓതറോ നമ്മൾ ഏതെങ്കിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഒന്നോ രണ്ടോ പേപ്പർ ഒക്കെ ഉള്ളത് അത് നന്നായിരിക്കാം. പിന്നെ GPA മാറ്റർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം ഞാൻ അല്ലാന്നും ആണെന്നും ഒക്കെ അത് കേൾക്കുന്നുണ്ട്. ശരിയാ. ഉം. അത് ഭയങ്കര, എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടിയും ഇപ്പൊ GPA കൂടിയവർക്കും കിട്ടാം, കുറഞ്ഞവർക്കും കിട്ടാം. ചിലപ്പം നമ്മുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം. ചില ഇപ്പൊ GPA അത്ര മാറ്റർ ആവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് വേറെ ചില എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ അതായിരിക്കാം ചിലപ്പം ആ ഒരു കമ്മിറ്റി ഓഫ് പീപ്പിൾ നോക്കുന്നത്. പക്ഷെ അതെ. എപ്പോഴും ചിലപ്പം പക്ഷെ സേഫ് ആവാൻ നല്ല GPA ഉണ്ടെങ്കിൽ അതായിരിക്കും നന്നാവും. കാരണം അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് GPA അതെ. എന്നുള്ളത്. പക്ഷെ എന്ന് വിചാരിച്ച് GPA കുറഞ്ഞു എന്ന് വിചാരിച്ച് അതും ഒരു ഹിൻഡ്രൻസ് ആവുന്നില്ല. ഇപ്പൊ ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് അങ്ങനെ തോന്നുകയാണ്, നമുക്ക് GPA കുറവാണ്, നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല, അപ്പൊ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം, നമുക്ക് PhD ചെയ്യണം ഐദർ ഇൻ ഇന്ത്യ ഓർ അബ്രോഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് അപ്ലിക്കേഷൻ പ്രൊസീജിയറിന്റെ നടുക്ക് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് കുറച്ച് സമയം ഏതെങ്കിലും ലാബിൽ പോയി സ്പെൻഡ് ചെയ്യാം. അവിടെ നമുക്ക് ഇന്റേൺഷിപ്പ് പോലെ പ്രൊഫസറോട് ചോദിക്കാം, ഒന്ന് നിന്നോട്ടെ, എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരുമോ. ചില പ്രൊഫസർ സമ്മതിക്കും, ചില പ്രൊഫസർ സമ്മതിക്കാതിരിക്കാം. പക്ഷെ നമ്മൾ ജസ്റ്റ് അപ്ലൈ മീൻസ് നമുക്ക് ട്രൈ ചെയ്യാം. മിക്കവാറും ഞാൻ കിട്ടുന്നത് കാണുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ ഒരു ചെറിയ ലാബിൽ ജോയിൻ ചെയ്ത് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് വേറെ ഒരു ലാബിൽ ജോയിൻ ചെയ്യാം. അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് റിസർച്ച് എക്സ്പീരിയൻസും ഇമ്പ്രൂവ് ആവുകയാണല്ലോ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമുക്ക് വീണ്ടും PhDക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ചിലപ്പോൾ GPA അവിടെ മാറ്റർ ആവണമെന്നേ ഇല്ല. ശരിയാ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പിന്നെ PhD ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോബഡി കെയർസ് അബൌട്ട് യുവർ GPA അതെ. എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതെ. കാരണം പിന്നെ എല്ലാം എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന എന്താണ്, നമുക്ക് എന്തൊക്കെ, പിന്നെ അതും അവിടെ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് നമ്മൾ രണ്ട് PhD പേഴ്സണെ കമ്പയർ ചെയ്യാന്നുള്ളത്.
കാരണം എന്താന്ന് വെച്ചാ അതെ, നമ്മള് ഓരോ നമ്മളെ രണ്ടുപേരെ കമ്പയർ അതെ ചെയ്താല് ഒരിക്കലും അതന്നെ പറ്റില്ല. അല്ല കാരണം എന്താന്ന് വെച്ചാ രണ്ടുപേരുടെയും PhD എന്ന് പറഞ്ഞാൽ യുണീക് ടു ദംസെൽഫ്, അവരുടെ അതെ മാത്രം ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവരുടെ പേഴ്സണാലിറ്റി പോലെ തന്നെ. കാരണം ഞാൻ ചെയ്യുന്ന സെയിം സാധനം ആയിരിക്കില്ല അഫ്നാസ് വർക്ക് ചെയ്യുന്നത്, അല്ലെ? അതേപോലെ അതെ തന്നെ ഈവൻ ഞാൻ ചെയ്യുന്ന സെയിം വർക്കല്ല എന്റെ ലാബ് മേറ്റ് പോലും ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന വർക്ക് ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ വർക്ക് ചിലപ്പോൾ വേറെ അവർ ചെയ്യുന്നുണ്ടാവാം. ആ, പിന്നെ അപ്പോ അതാണ് അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഫോർ എക്സാമ്പിൾ ചിലപ്പം ബയോ കെമിസ്ട്രിയിലൊക്കെ പേപ്പറൊക്കെ കിട്ടാൻ പബ്ലിഷ് ചെയ്യാൻ ഭയങ്കര പാടാ. മെറ്റീരിയൽ കുറച്ചും കൂടി ഈസിയാണ് എന്ന് വിചാരിച്ച് അതുപോലെ തന്നെ ചിലപ്പോൾ ഓർഗാനിക്കലി കുറച്ച് പാടാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയിൽ. കാരണം ഒരു പുതിയ മെത്തഡോളജി ഒക്കെയാണ് ചെയ്യുന്നവരാണെങ്കിൽ അതെ. പാടാണ്. അപ്പോ നമുക്ക് അവർക്ക് പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ട് അവർ പൊട്ടയാന്നല്ല, അവര് സൂപ്പറാണ് അവരുടെ ടോപ്പിക്കിൽ. കാരണം എനിക്ക് ഒരു സമയത്ത് എന്റെ എല്ലാ എക്സ്പെരിമെന്റും ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, ഒന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. അതൊന്നും നമുക്ക് പിന്നെ നമുക്ക് പിന്നെ ആ കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ഫെയിൽ ആയി. ടെക്നിക്കൽ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന്റെ പ്രശ്നമായിരിക്കാം. ടെക്നിക്കൽ ആണെങ്കിൽ പിന്നെ ഓക്കെ, അത് വർക്ക് ആവുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അല്ലെങ്കിൽ സയൻസിന്റെ തന്നെ ഇഷ്യൂ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് റീഡിംഗ് ഒക്കെ കുറെ ലിറ്ററേച്ചർ ഒക്കെ നോക്കി നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. അത് വർക്ക് ആവുന്നില്ലെങ്കിലും വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം. അറ്റ് സം പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും, അത് ഡ്രോപ്പ് ചെയ്യും, അടുത്ത മൂവ് ഓൺ ടു നെക്സ്റ്റ് പ്രൊജക്ട്. അപ്പോ എന്റെ ആദ്യത്തെ പ്രൊജക്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത വർക്ക് ഞാൻ ഒരു സെമസ്റ്ററോളം ചെയ്ത് ഒരു വലിയൊരു ഓർഗാനിക് ക്രോമഫോർ ഒക്കെ ഉണ്ടാക്കി. ഐ മീൻ ഓർഗാനിക് ക്രോമഫോർ പുതിയ നല്ല ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്രോമഫോർ ആയിരുന്നു. പക്ഷെ ആ ഒരു ക്രോമഫോർ വെച്ച് മെറ്റീരിയൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു, അതായത് ഒരു മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എന്റെ വർക്ക്. അത് കഴിഞ്ഞ് അതിന്റെ കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ, ഫോട്ടോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, പക്ഷെ അത് മോഫ് ആയില്ല. അപ്പൊ അതെനിക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു, ബട്ട് ഇറ്റ് വാസ് ഫൈൻ. ആ സമയത്ത് അത് ഡ്രോപ്പ് ചെയ്ത് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രൊജക്ട്, അത് വർക്കായി. അപ്പൊ പലർക്കും പല രീതിയിലായിരിക്കാം. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. ആ പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു PA ഉണ്ടെങ്കിൽ അതും നല്ലതാണ് നമുക്ക്. PA എന്നാണോ വിളിക്കാറ്? എന്താ പ്രോ, എന്താ ആ സൂപ്പർവൈസർ എന്നോ? ഡിപ്പെൻസ്, സംടൈംസ് ഞാൻ പേര് വിളിക്കാറുണ്ട്. ഓ, എന്റെ ഓക്കെ. PA എന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ള ഓക്കെ, അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞ. ഓക്കെ, ഓക്കെ ഓക്കെ, ഓക്കെ, ഓക്കെ. ഓക്കെ. നമ്മളുടെ അതായത് സൂപ്പർവൈസർ, പ്രൊഫസർ, ആ അങ്ങനെ. പ്രൊഫസർ, അതെ, പ്രൊഫസർ അങ്ങനെ വിളിക്കും. ചില സമയത്ത് ഇപ്പൊ നമ്മള് കാഷ്വലി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പേരും പറയാം, കുഴപ്പമില്ല, കൊളീഗ് അല്ലേ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന. അതെ, അതെ, അതെ. മീൻസ് ചിലപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ അത്രയ്ക്കും ഹൈറാർക്കി ഇല്ല എന്ന് പറയാം, നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ. പ്രൊഫഷണൽ നമുക്ക് പേര് പറയുന്നതോട് കുഴപ്പമില്ല, കാരണം കൂടെ വർക്ക് ശരിയാ. ചെയ്യുന്ന ഒരു കൊളീഗ് ആണല്ലോ. പക്ഷെ ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈം ബേസിസിലൊന്നും വിളിക്കാറില്ല. പ്രൊഫസർ അല്ലെങ്കിൽ വേറൊരാളോട് പറയുമ്പോൾ PA എന്ന് പറയും, എന്റെ പ്രിൻസിപ്പൽ ഉം. ഇൻവെസ്റ്റിഗേറ്റർ. കാരണം അങ്ങേരുടെ ലാബാണ്. അപ്പൊ അതെ, അങ്ങേരാണ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്നുള്ളതിൽ അതെ. PA എന്ന് പറയും. അപ്പൊ PA സപ്പോർട്ടിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല. മീൻസ് ഇപ്പൊ നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിലും കുറച്ച് ഇൻപുട്ട് ഒക്കെ അവരുടെ അടുത്തൊന്നും വരുന്നുണ്ടെങ്കിൽ, എന്റെ PA കുറച്ച് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പല സ്ഥലത്ത് സ്റ്റക്കായ സ്ഥലത്തൊക്കെ എനിക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്, അതെ. മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവിടെ. അത്യാവശ്യം helpful ആയി. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ? ആഹ് ആഹ് എന്റെ ആദ്യ സമയത്ത് TA ആയിരുന്നു ഞാൻ. ഐ മീൻ അതെ. ഒരു 2 വർഷത്തോളം ഞാൻ TA ആയിരുന്നു. ഓക്കെ. അപ്പോ TA എന്ന് പറയുമ്പോൾ ആഴ്ചയില് ആഴ്ചയില് 20 മണിക്കൂറാണ് ടെക്നിക്കലി പഠിപ്പിക്കേണ്ടി വരുന്നത് മാക്സിമം. ഉം. പക്ഷെ അതെ. ഒരിക്കലും 20 പോവാറില്ലായിരുന്നു. ഞാൻ 2 ലാബായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓരോ ലാബും 3 അവർ വെച്ചിട്ടാണ്. അപ്പൊ ചില ലാബ് ചിലപ്പോൾ 2 മണിക്കൂർ കൊണ്ട് തീരും, ചിലപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് തീരും. പക്ഷെ ആ 20 അവർ എന്നുള്ളത് നമ്മളുടെ എല്ലാം കൂടിയാണ്. അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്ന സമയം, ലാബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, നമ്മൾ സ്റ്റുഡൻസിനെ ഗ്രേഡ് ചെയ്യുന്നത്, പിന്നെ ഇപ്പം ചിലപ്പം ചില ചില ലാബിന്, ഞാൻ കെമിസ്ട്രി ആയതുകൊണ്ട് കെമിസ്ട്രി ലാബിന് ചില കെമിക്കൽസ് ഒക്കെ മിക്സ് ചെയ്യേണ്ടി വരും, അതെ. ചില സൊല്യൂഷൻസ് ഉണ്ടാക്കി വെക്കേണ്ടി വരും. അപ്പൊ എല്ലാം അതിൽ പെടും. അതും ഡിപ്പെൻസ് ഓൺ ചില ലാബ്സ്, ചില TAs പറയാറുണ്ട് അവർക്ക് ഓൾമോസ്റ്റ് 20 മണിക്കൂർ ആവാറുണ്ടെന്ന്. അപ്പൊ അതാണ് നമുക്ക്. അപ്പൊ 2 വർഷത്തോളം എനിക്ക് TA ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2.5 വർഷത്തോളം, രണ്ടല്ല 2.5 വർഷത്തോളം തോന്നുന്നു. ആ സമയത്ത് കുറച്ച് മാനേജ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ TA ചെയ്യണം, അതൊന്ന് നമുക്ക് സാലറി കിട്ടും, പക്ഷെ നമ്മുടെ റിസർച്ച് നമ്മൾ തന്നെ ചെയ്യണം.
അതെ. മനസ്സിലായില്ലേ? അത് അത് നമ്മളുടെ PhD റിക്വയർമെന്റിനുള്ള വർക്ക് നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ അത് പാരലി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കോഴ്സ് വർക്ക് ഉണ്ട് ഇവിടെ. ഐ മീൻ 7 3 ക്രെഡിറ്റ് കോഴ്സ്, ടോട്ടൽ 21 ക്രെഡിറ്റിനുള്ള കോഴ്സ് വർക്ക് ഉണ്ട്. അതായത് തിയറി, ഐ മീൻ ക്ലാസ്. ഉം. പിന്നെ അതും ഈ ആദ്യത്തെ 2 വർഷത്തിൽ എടുക്കണമായിരുന്നു. സോ അതിൽ ഏകദേശം ഇത്ര CGPA വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ ഇവിടെ GPA 4ലാണ്. അപ്പൊ അതില് ഉം. ഇപ്പൊ TA-ഷിപ്പ് ആയിട്ട് നമുക്ക് കിട്ടുന്ന TA കിട്ടാൻ, അല്ലെങ്കിൽ TA അല്ലെങ്കിൽ RA കിട്ടാൻ മിനിമം 3.2 എന്തോ വേണമെന്നുണ്ടായിരുന്നു. ബട്ട് ഞാൻ അങ്ങനെ PhD ചെയ്തിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ GPA നോക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ GPA ഭയങ്കരമായിട്ട് വേണം അങ്ങനെയുള്ള കാരണം PhD എന്ന് പറഞ്ഞാൽ കോഴ്സ് വർക്ക് അല്ല ഉം. ബേസിക്കലി. അതെ, അതെ. അറ്റ്ലീസ്റ്റ് ഫോർ മീ, ഓക്കെ. PhD കഴിഞ്ഞ ആരും നമ്മളോട് ചോദിക്കില്ല GPA എങ്ങനെ ഉണ്ടായിരുന്നു, ചോദിക്കാൻ പോകുന്നില്ല. ബട്ട് മാനേജ് ചെയ്യണം, തോൽക്കാനൊന്നും പാടില്ല. ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കാം. പിന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ജേണി അത് ഭയങ്കരമായിട്ടും ബാധിക്കും. ബട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ അവിടെ ചിലപ്പോൾ എനിക്ക് ഐസറിലത്തെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ ഐസറിന്ന് പാസ് ഔട്ട് ആയ സമയത്ത് ഓൾമോസ്റ്റ് ലൈക്ക് 175 ക്രെഡിറ്റിനുള്ള കോഴ്സ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ടോട്ടൽ, ഉം. ഇൻക്ലൂഡിങ് പ്രൊജക്ട്. ഓക്കെ, അതിൽ അതെ. തന്നെ ഓൾമോസ്റ്റ് മോർ ദാൻ ഹാഫ് കെമിസ്ട്രി ആണ്. ഓക്കെ, 175 ഒരു ഓൾമോസ്റ്റ് ഒരു 100 ക്രെഡിറ്റ് അവർ കെമിസ്ട്രി ആണ് കോഴ്സ്. അപ്പം ഓൾറെഡി പിന്നെ ബ്രേക്ക് ഇല്ലാലോ. ഐ മീൻ ജസ്റ്റ് ഇത് കഴിഞ്ഞു ഉടനെ തന്നെ PhD ഞാൻ സ്റ്റാർട്ട് മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ ഒരു PhD. ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ക്ലാസ് ശ്രദ്ധിക്കുകയായിരുന്നു, നോട്ട് ചെയ്യും, പിന്നെ എക്സാമിന് മുന്നേ ഒന്ന് വായിക്കും. എന്താ എന്റെ കേസിൽ അത് ഇനഫ് ആയിരുന്നു. പക്ഷെ ചിലവർക്ക് ചിലപ്പോൾ എഫേർട്ട് എടുക്കണമായിരിക്കും. എനിക്ക് ഒന്നോ രണ്ടോ കോഴ്സ് എനിക്കും പാടായിരുന്നു തോന്നി. കാരണം അത് ഐസറുമായിട്ട് കരിക്കുലമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഏതോ 2 കോഴ്സ് ആയിരുന്നു. അപ്പൊ അതെ. അതിന് ഞാൻ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വന്നു. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് നമ്മളൊന്ന് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതായത് എല്ലാത്തിലും ഫുൾ മാർക്ക് മേടിക്കണം അല്ലെങ്കിൽ ടോപ്പർ ആവണം അങ്ങനെയൊന്നുമില്ല PhD-യിൽ. കാരണം കുറേം കൂടി നമ്മളെ റിസർച്ച് വർക്കിൽ എന്തോരം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കുറേം കൂടി ഇമ്പോർട്ടന്റ്, കോഴ്സ് വർക്ക് അത് അല്ല. ശരിയാ. പക്ഷെ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ അതിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഭയങ്കര പാടാ. കാരണം നമ്മുടെ ഗ്രാഡ് സ്റ്റുഡന്റ് ലൈഫിൽ ഒരു കോഴ്സ് ഫെയിൽ ആവാന്ന് പറഞ്ഞാൽ പിന്നെ അത് വീണ്ടും റെമഡിയൽ ക്ലാസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര പാടാണ്. കാരണം ആ, ആ, നമ്മുടെ റിസർച്ച് കുറച്ച് കുറയുമല്ലോ. കാരണം നമ്മൾ വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യണം അങ്ങനെയുള്ള കുറെ. അപ്പം ഒരു മിനിമം എഫേർട്ട് എടുത്ത് അങ്ങ് പോയാൽ കൊള്ളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പക്ഷെ ചില ചില സ്ഥലത്ത് എനിക്ക് തോന്നുന്നു കോഴ്സ് വർക്ക് ഇമ്പോർട്ടൻസ് ആണെന്ന് തോന്നുന്നു. അതും ഡിപ്പെൻസ്. ചിലപ്പോൾ മാത്സിലൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കോഴ്സ് വർക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കാം. അതെ. എഞ്ചിനീയറിംഗിൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ കെമിസ്ട്രിയിൽ എനിക്ക് തോന്നിയത്, എസ്പെഷ്യലി എനിക്ക് ഓൾറെഡി ഒരു മാസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ടും ഐ മീൻ ഗ്രാഡ് സ്റ്റുഡന്റിലെ കോഴ്സ് വർക്ക് കുറച്ച് ഈസി ആയിരുന്നു കമ്പാരിറ്റീവ്ലി. പിന്നെ അങ്ങനെയായിരുന്നു. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു പബ്ലിക്കേഷൻ എന്തോ വന്നു, ഒന്നോ രണ്ടോ പബ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് ഓർ. അപ്പൊ അത് വെച്ചപ്പോ എന്നോട് പ്രൊഫസർ പറഞ്ഞു ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഗ്രാഡ് സ്കൂളിന്റെ കുറച്ച് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. ഉം. അപ്പൊ ആ ഫെലോഷിപ്പിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ വി ഡോണ്ട് നീഡ് ടു ടീച്ച്, നമ്മൾ TA ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ പ്രൊഫസർ നമുക്ക് ഫണ്ടിങ് തരേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രൊഫസർ എടുത്ത് ഫണ്ടിങ് ഇല്ലെങ്കിൽ ഇറ്റ് ഡസൻ മാറ്റർ. കുഴപ്പമില്ല. ഉം. അങ്ങേരല്ല നമ്മുടെ സാലറി തരുന്നത്. അതെ. നമുക്ക് ഡയറക്ട്ലി യൂണിവേഴ്സിറ്റിന്റെ അടുത്തുനിന്ന് കിട്ടും. അപ്പോ അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 2.5 years എനിക്ക് അങ്ങനെ 3 ഡിഫറെന്റ് ഫെലോഷിപ്പ് കിട്ടി അങ്ങനെ അപ്ലൈ ചെയ്തിട്ട്. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എന്റെ പ്രൊഫസർ എനിക്കൊരു ഇപ്പൊ ഒരു വർഷത്തോളം, 1.5 വർഷത്തോളം എന്റെ പ്രൊഫസർ എനിക്ക് RAയും തന്നു ലാബിൽ വർക്ക് ചെയ്യാനുള്ള. അങ്ങനെ അപ്പം എല്ലാം കോമ്പിനേഷൻ ആണ്, TA പ്ലസ് RA പ്ലസ് ഇങ്ങനത്തെ ഫെലോഷിപ്പ്. അതുകൊണ്ടാണ് അങ്ങനെയാണ് സർവൈവ് ചെയ്തത്. അതെ. US ലൈഫ് എങ്ങനെയുണ്ട്? ലൈഫ് അതും ഈ ഡിപ്പെൻസ് ഓൺ സ്ഥലം പേഴ്സൺ, സ്ഥലം. അനുസരിച്ചിരിക്കുന്നതാണ്. സ്ഥലം ഒരു കാര്യം മീൻസ് ഇപ്പൊ ചില 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 ഇവിടെ ഞാൻ വന്ന സമയത്ത് ഐ മീൻ മലയാളി പോപ്പുലേഷൻ കുറവായിരുന്നു തുടക്കത്തില്. എനിക്ക് ഞാൻ വന്ന ആദ്യത്തെ 1-2 വർഷത്തിൽ 1-2 പേരെ പരിചയപ്പെട്ടിട്ടുള്ളൂ മലയാളികൾ. അപ്പൊ നമുക്ക് എനിക്കറിയാം നമ്മൾക്കിപ്പോ മലയാളികളെ തന്നെ വേണമെന്നൊന്നും ഉണ്ടാവണമെന്നില്ല. ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഭാഷ ശരി. സംസാരിക്കുന്നവരും നമ്മുടെ അതെ. കൾച്ചർ ഉള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് അങ്ങനത്തെ ഇല്ലായിരുന്നു. അപ്പൊ അത് കുറച്ചൊരു ഐ മീൻ അപ്പൊ നമ്മൾ മലയാളമൊക്കെ സംസാരിക്കുന്നത് ജസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് വിളിക്കുമ്പോഴോ അതെ. അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കുമ്പോഴോ ഒക്കെയാണ് നമ്മൾ അങ്ങനെ സാറിന് പറയാറ്. അപ്പൊ അതൊരു
കുഴപ്പമില്ല. പിന്നെ എനിക്ക് ആക്ച്വലി തീരെ ഇഷ്ടമല്ലാത്തത് ഈ ഒരു ഡിസംബർ, ഈ ഒരു സമയം. ആദ്യം ഞാൻ വിചാരിച്ചു മഞ്ഞൊക്കെ കണ്ട സമയത്ത് എനിക്ക് വിന്റർ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വന്ന് ഒരു മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു തണുത്ത സമയമുണ്ട്. ആ സമയത്ത് സൂര്യപ്രകാശം ഉണ്ടാവില്ല. അപ്പൊ പെട്ടെന്ന് ഇരുട്ടാവും. ലേറ്റ് ആയിട്ടാണ് സൂര്യൻ വരികയും ചെയ്യുക. അപ്പം ഡേ ടൈം കുറവായിരിക്കും ആ സമയത്ത്. പിന്നെ നമ്മളിപ്പോ നമ്മളിപ്പോ കേരളത്തിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കുറെ ആളുകൾ എപ്പോഴും കാണുമല്ലോ. പക്ഷെ ഈ സമയത്ത് ആ സമയത്ത് എന്റെ അപ്പാർട്ട്മെന്റ്, ഞാൻ താമസിച്ചിരുന്ന സ്ഥലം ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരെയായിരുന്നു എന്റെ ലാബിന്റെ. ഒരു ഡിസംബർ സമയത്ത് ഞാനിങ്ങനെ നടക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ടും ഇങ്ങനെ ഒരു ഒറ്റയ്ക്കാന്നുള്ള ഒരു ഫീൽ. കാരണം പോകുന്ന റോഡ് പോലും ഒരു മനുഷ്യന്മാരില്ലാത്തൊരു സമയമായിരുന്നു. കാരണം ഡിസംബർ അതെ. ടോട്ടലി ഒരു വെക്കേഷൻ ടൈം ആണ്. എന്നാലും ഈ ഒരു തണുപ്പും ഇതെല്ലാം കൂടി കണ്ട് പുറത്തു നോക്കുമ്പോൾ കാണുന്ന മൊത്തം മഞ്ഞ്. അപ്പൊ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങ് റെഡി ആയിട്ടോ. പിന്നെ ഞാൻ കുറേം കൂടി നമുക്ക് ഇപ്പൊ ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ എന്ന് വെച്ചാൽ കുറച്ച് സീനിയർ ആയി തുടങ്ങിയപ്പോ നമ്മൾ കുറേം കൂടി പുറത്തൊക്കെ പോകാൻ തുടങ്ങി. കുറച്ചും കൂടി പല പല കൾച്ചറിലുള്ള ആളുകളെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ടു ബി ഫ്രാങ്ക്, ഞാൻ കുറേം കൂടി സമയം ലാബിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് കുറവാണ് ഇവിടെ തോന്നുന്നു, കമ്പാരിറ്റീവ്ലി. കാരണം ലാബില് ഓൾമോസ്റ്റ് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ലാബിൽ വർക്ക് ചെയ്യായിരിക്കും. ആ, പിന്നെ വൈകുന്നേരം വന്ന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു സമയമാവുമല്ലോ. പിന്നെ അതെ. എന്തെങ്കിലും അതെ. നമുക്ക് എന്തെങ്കിലും, പിന്നെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വായിക്കാനൊക്കെ ഉണ്ടാവും, മീൻസ് നെക്സ്റ്റ് ഡേയിലേക്ക് പ്രിപ്പയർ ചെയ്യാനോ. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഫോളോ ചെയ്തത് ഉം. കുറേം കൂടിയും. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ പുറത്തു പോകും ഇങ്ങനെ. ഒരു സെമസ്റ്ററിന്റെ ഇടയിലൊക്കെ ചിലപ്പോൾ ഒരു റോഡ് ട്രിപ്പ് പോവോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണാൻ പോവോ. അതായത് യു എസിലും കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഐസറിൽ നിന്ന് വന്ന കുറച്ച് പേരുണ്ട്. അങ്ങനെയൊക്കെ അതെ. കാണാൻ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഓവറോൾ ഇറ്റ് വാസ് ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ. അതെ. പിന്നെ ഒരു കാര്യം, നമ്മുടെ എന്ന് വെച്ചാൽ ഇപ്പോ പുതിയ ഇപ്പൊ ആരെങ്കിലും PhD ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വല്ല ആഹാ. അഡ്വൈസ് കൊടുക്കാനുണ്ടോ? എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ അഡ്വൈസ് കൊടുക്കാൻ പറ്റിയ ആളാണോ എന്ന് എനിക്കറിയില്ല. അല്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്നാ ഒരു PhD പൊസിഷൻ അപ്ലൈ ആ, ചെയ്യുന്ന സമയത്ത്. അതെ, അതെ. അതായത് ഇപ്പം നമുക്ക് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് PhD ചെയ്യാൻ. ഓൾറെഡി ഭയങ്കര ഇഷ്ടമായിട്ട് ഓൾറെഡി റിസർച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് PhD ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ അപ്ലൈ ചെയ്യാണ്. കിട്ടുകയാണെങ്കിൽ ഗ്രേറ്റ്, കിട്ടിയിട്ടില്ലെങ്കിലും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് സ്കിൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ഇന്റേൺഷിപ്പോ, എക്സ്ട്രാ ആയിട്ട് ഒരു ഇന്റേൺഷിപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു മോഡലിംഗ്, ഐ മീൻ ഇപ്പൊ ചിലപ്പം ഈ DFT അങ്ങനെയുള്ള എന്തെങ്കിലും പുതിയ, അതൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ഈ ഇപ്പൊ സയൻസിൽ മെയിനായിട്ടും വേണ്ടത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കൂടിയാണല്ലോ. നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം ചില സമയത്ത് ഈ ഗ്രാഫിക്കൽ ഇല്ലുസ്ട്രേഷൻ ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇതിന്റെ ഇടയിൽ കൂടിയാണ് അതൊക്കെ ചെയ്യാൻ കുറേം കൂടിയൊക്കെ പഠിച്ചത്. അപ്പോ അങ്ങനെയുള്ള കുറച്ച് സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ അതായത് ഒരു ഈസി ജേർണി അല്ല. മീൻസ് ചിലവർക്ക് അത് ഈസി ആയിരിക്കാം. പക്ഷെ മിക്കവാറും എന്റെ അഭിപ്രായത്തില് എല്ലാവരുടെ PhD-യിലും പല ടൈമിലായിട്ട് ഒരു ഫേസ് ഉണ്ട് കുറച്ച് അതെ. സ്ട്രഗിൾ ചെയ്യുന്ന. അപ്പോഴും നമ്മൾ എങ്ങനെങ്കിലും അത് ടാക്കിൾ അത് ചെയ്യണം. ടാക്കിൾ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ചില സമയത്ത് പുതിയൊരു സ്ഥലത്ത് പോവുകയാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മുടെ ഫാമിലി നമ്മളെ അടുത്തില്ല. ഓക്കെ, ഒരു കുറച്ചൊക്കെ സാക്രിഫൈസ് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ചെയ്യുന്നുണ്ട്. ചെയ്യണം എന്ന് ഞാൻ പറയില്ല, നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം നമ്മളുടെ ഫാമിലിയുടെ അടുത്തല്ല, നമ്മൾ വേറൊരു സ്ഥലത്താണ്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ലാബിൽ സ്പെൻഡ് ചെയ്യാണ്. പക്ഷെ മെയിൻ ആയിട്ടും ആ സമയത്ത് നമ്മൾ കുറെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അതെ. അപ്പോ അപ്പൊ സമയത്ത് എന്താ ചെയ്യുന്നത്, ചില സമയത്ത് നമുക്ക് തോന്നും ഇതൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് ഡിസിഷൻസ്, നമ്മൾ എടുത്ത ലൈഫ് ഡിസിഷൻസ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ ഇനി അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമുക്ക് തന്നെ തോന്നുകയാണ് നമ്മൾ കുറച്ച് ഡൗൺ ആണെന്നുള്ളത്, പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ് ആ സമയത്തൊക്കെ. കാരണം കുറെ അങ്ങനെയും ഞാൻ കാണാറുണ്ട്. ഐ മീൻ ഈ പല പ്രശ്നങ്ങളായിട്ടും ഇങ്ങനെയുള്ള അക്കാദമിക്കിൽ കുറച്ച് പ്രഷറൊക്കെ ഉണ്ടാവാം ചിലപ്പം, നമ്മുടെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ. അപ്പൊ നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുന്നുള്ളതാണ്. അത് നിനക്ക് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഇങ്ങനെ കുറച്ച് അഡ്വൈസ് ഒക്കെ തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പറ്റിയ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും കുറെ അതെ. സംസാരിക്കാൻ പറ്റുന്നത്. പിന്നെ
പ്രൊഫസറോടും എല്ലാവരോടും ഒരു പ്രൊഫഷണൽ റിലേഷൻ കീപ്പ് ചെയ്യുക. എമ്പതി, എത്തിക്സ് ഇതൊക്കെ അത്യാവശ്യമാണ്. കാരണം പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. എല്ലാ കാര്യങ്ങളും എത്തിക്കലായിട്ട് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് സയൻസ് കമ്മ്യൂണിക്കേഷൻ അല്ല, നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രൊഫസറോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ, അതായത് നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മുടെ ലാബ് മേറ്റ്സിനോടുള്ള കോമൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പൊ ലാബിൽ എന്തെങ്കിലും ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള അതെ കാര്യങ്ങൾ. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ. പിന്നെ ആ, ആ, പിന്നെ ഇതൊക്കെ തന്നെ. എനിക്ക് തോന്നുന്നു കുറച്ച് കൺസിസ്റ്റൻസി ആണെന്ന് തോന്നുന്നു കീ ഒരു പി എച്ച് ഡി സക്സസ് ആവുന്നത്. അതായത് ഇപ്പം കൺസിസ്റ്റൻസി, അതായത് നമ്മളെ ഡെഡിക്കേഷൻ അതൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ എന്റെ കേസിലുള്ള ഞാൻ പഠിച്ച കാര്യം മാത്രമാണ്. ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആണോ എന്ന് എനിക്ക് പോലും എനിക്കറിയില്ല. നമ്മളിപ്പോ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു കാര്യം ചെയ്ത്, കാരണം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത്, പക്ഷെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം നമ്മളൊരു 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താലും പി എച്ച് ഡി ഈസ് എ ലോങ് ജേർണി, റൈറ്റ്? അത് കഴിഞ്ഞ് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്ത് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതായത് ഡേ അതെ ടു ഡേ ബേസിസിൽ. പിന്നെ ഷോർട്ട് ടേം ഗോൾസ് അല്ല പി എച്ച് ഡി. അതായത് ചിലപ്പോൾ നമ്മുടെ വർക്ക് ഫസ്റ്റ് ഇയറിൽ ചെയ്ത വർക്ക് ചിലപ്പം തേർഡ് ഇയറിലായിരിക്കാം പബ്ലിഷ് ആവുന്നത്, റൈറ്റ്? അപ്പോൾ ആ സമയത്ത് പബ്ലിഷ് ആവുന്നില്ല എന്ന് വെച്ചിട്ടൊന്നും നമ്മൾ അങ്ങനെ ഡെസ്പ് ആവണ്ട. കാരണം ഇറ്റ് ടേക്ക് ടൈം. അങ്ങനെ നമ്മളൊരു കാര്യം വാലിഡേറ്റ് ചെയ്ത് റിസർച്ച് ചെയ്ത് ഒരു ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന പോലെ അല്ലല്ലോ ഇത്. അല്ലെങ്കിൽ അതെ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്യുന്ന പോലെ അങ്ങനെയല്ല. അതായത് ലോങ് പ്രോസസ് ആണ്. അതിൽ കുറച്ച് സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളത് ഒരു നല്ല രീതിയിലെല്ലാം ടാക്കിൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും സൂപ്പറായിട്ട് ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളതാണ്. അതെ കുറച്ച് പിന്നെ ഇത്രയൊക്കെ തന്നെ. അല്ലാതെ എനിക്ക് ആർക്കും അറിയില്ലടാ എന്താ പറയട്ടെ. അത് മതി അത് മതി ഏകദേശം ഓക്കെ ആണ്. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ ഓ, ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. താങ്ക് യു, താങ്ക് യു. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ്. നോ പ്രോബ്ലം അറ്റ് ഓൾ. All the best with your interview actually. ഓക്കെ, താങ്ക്സ് മാൻ, താങ്ക്സ്.